കല്ലുവാതുക്കൽ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഏഷ്യയിലെ പ്രമുഖ നേത്രചികിത്സാ സ്ഥാപനമായ തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയുടെയും കൊല്ലം ജില്ലാ അന്ധത കാഴ്ചവൈകല്യ നിയന്ത്രണ പരിപാടിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 67ാമത് സൗജന്യ നേത്രചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും സംഘടിപ്പിച്ചു. നവംബർ 30 ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കല്ലുവാതുക്കൽ UP സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പ് ഡോക്ടർ വിഷ്ണു S. കുമാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. അനേകം പേർക്ക് ആശ്രയമായ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ 67ാമത്തെ സൗജന്യ നേത്ര ചികിത്സാ പരിശോധന ഇതിനുവേണ്ടി എനിക്ക് ഭാഗമാകാൻ പറ്റിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഈ സേവനം തുടർച്ചയായി സ്ഥിരതയോടെ ചെയ്യാൻ പറ്റുന്നതിൽ ഞാൻ ഭാരവാഹികളോട് അഭിനന്ദനം. നമുക്ക് കണ്ണില്ലാതെ ലോകം സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ കാഴ്ച നൽകി ഒരു മനുഷ്യന് സ്വയം പര്യാപ്തതയും സന്തോഷവും നൽകാൻ പറ്റുന്നത് ഒരു വലിയ കാരുണ്യമാണ്. അപ്പം അതാണ് ഇവിടെ നടക്കുന്നത്. ഒരു പരിശോധനാ ക്യാമ്പിനുപരി ഒരു പ്രത്യാശയാണ്. ഈ ഉദ്യമം പൂർണ്ണ വിജയമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ റുവൽ സിംഗ് M സ്വാഗതം ആശംസിച്ചു. 10,000-കണക്കിന് ഓപ്പറേഷനുകളാണ് നമുക്ക് ഈ ക്യാമ്പിലൂടെ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ക്യാമ്പിലൂടെ വന്നു പോയത്. നമുക്ക് 67 മാസങ്ങളിൽ കോവിഡ് സമയത്ത് നമുക്ക് ക്യാമ്പ് ഉണ്ടായിരുന്നില്ല എങ്കിലും കണ്ണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അരവിന്ദിലേക്ക് ഓപ്പറേഷന് വേണ്ടി നമ്മൾ അവിടത്തേക്ക് അയച്ചിട്ടുണ്ട്. ഏതാണ്ട് കല്ലുവാതുക്കൽ പഞ്ചായത്ത് തന്നെ പരിശോധിച്ച ഇന്ന് കണ്ണുമായി ബന്ധപ്പെട്ട എല്ലാ ജനങ്ങൾക്കും അതിൻ്റെ പ്രയോജനം കിട്ടിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ വന്നിരിക്കുന്നതാണ് 4 ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരാണ്. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച ഇങ്ങനൊരു ക്യാമ്പുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പല മേഖലയിൽ നിന്നും ഇവിടെ എത്തിപ്പെടുന്നത്. അവരേതാണ്ട് 4 മണിക്ക് മുതൽ ഇവിടെ എത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഈ ക്യാമ്പ് ഇത്രയും ജനങ്ങളെ കൊണ്ട് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. ഓരോ മാസവും നമ്മൾ ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. ഓരോ ആളുകൾ ഇവിടെ നിന്ന് ഓപ്പറേഷൻ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ തന്നെ മറ്റുള്ള ആളുകളെ ചെവിയിലേക്ക് എത്തിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്യാമ്പിന്റെ ആളുകളുടെ എണ്ണവും വീണ്ടും വർദ്ധിച്ചു വരുന്നത്. ഇപ്പൊ തന്നെ ഏറെക്കുറെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ വയസ്സായവർക്ക് മാത്രമല്ല ഈ കണ്ണിന്റെ അസുഖം വന്നിരിക്കുന്നത്. ഏറെക്കുറെ ഇപ്പം എന്നെ മിക്ക ആളുകളും വിളിച്ചിട്ടുള്ള കൊച്ചു കുട്ടികൾക്കാണ്. ഈ മാസത്തെ ക്യാമ്പുമായി ബന്ധപ്പെട്ട് എന്നെ വിളിച്ചതിൽ ഏറെക്കുറെ കുട്ടികൾക്ക് വേണ്ടിയാണ് ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേരാൻ കഴിയുമോ എന്ന് ചോദിച്ചത്. കുട്ടികൾക്കുള്ള ചികിത്സയുണ്ടോ? നമ്മൾ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കാതെ പോകുന്നതിൻ്റെ ഒരു കാര്യം കൊണ്ടാണ് കുട്ടികൾക്ക് ഇന്ന് കണ്ണിൻ്റെ പല അസുഖങ്ങളിലേക്ക് മാറിയിരിക്കുന്നത്. കോവിഡ് സമയത്ത് നമുക്ക് കുട്ടികൾക്ക് വേണ്ടി മൊബൈൽ വാങ്ങിച്ചു കൊടുത്തപ്പോൾ ഉണ്ടായ പ്രയാസങ്ങളാണ് ഇത് കുട്ടികളിൽ അനുഭവിച്ചു വരുന്നത്. അത് നമ്മൾ തന്നെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഭാവിയിൽ കുട്ടികളുടെ കാഴ്ച പൂർണ്ണമായിട്ടും പോകുന്ന തരത്തിലേക്ക് അത് മാറും എന്ന് നിങ്ങൾ രക്ഷകർത്താക്കൾ നിങ്ങൾ ഓർക്കേണ്ടതാണ്. ഇത് നമുക്കൊരു പ്രസംഗത്തിന്റെ ആവശ്യമില്ല. എങ്കിലും സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയ്യുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഏതാണ്ട് തൊട്ടടുത്തായി ഇവിടുന്ന് 1 കിലോമീറ്റർ മാറി നാഷയുടെ സൈഡിലായിട്ട് ഏതാണ്ട് വയോജന കേന്ദ്രം നടത്തുന്നുണ്ട്. ആരുമില്ലാത്ത 50ഓളം ആളുകളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണ് സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം. ഞങ്ങൾ തുടങ്ങിയിട്ട് 6ാമത് വർഷത്തിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ പണിയും ഈ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നടക്കുകയാണ്. അത് വലിയൊരു മന്ദിരത്തിൻ്റെ പണി അവസാന ഘട്ടത്തിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 8 വർഷം കൊണ്ട് സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആംബുലൻസ്
ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും വാങ്ങാതെയാണ് ആംബുലൻസിന്റെ പ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് തുടങ്ങിയ അന്ന് മുതൽ ഇവിടെ കാഷ്വാലിറ്റി അലമാര സ്ഥാപിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടുന്ന പുതിയ വസ്ത്രങ്ങൾ അലമാരയിൽ നിന്നും എടുക്കാവുന്നതാണ്. ഒരാൾ ആക്സിഡന്റ് സംഭവിച്ചു ചെന്നാലോ ഒരാൾ മരണപ്പെട്ടാലോ പുതിയ വസ്ത്രങ്ങൾ അലമാരയിൽ നിറച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ജീവാരുടെ പ്രവർത്തനങ്ങളിൽ ഒട്ടനവധി സംഭാവനകൾ ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇന്ന് ഈ ക്യാമ്പിന്റെ 67ാം ക്യാമ്പിന്റെ ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിച്ചേർന്ന, നിങ്ങൾക്കറിയാം, ഇത് വേദിയിരിക്കുന്ന ഒരു കൊച്ചു പയ്യനായിരിക്കാം, പക്ഷേ ഡോക്ടർ ഏറെ സാമൂഹ്യ മേഖലയിൽ ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. കാര്യം ഞങ്ങളെ വയോജന കേന്ദ്രമുണ്ട്. ഈ ഡോക്ടർക്ക് ഒരു ഹോസ്പിറ്റലുണ്ട് പാരിപ്പള്ളിയിൽ. ആ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ അച്ഛന്മാർക്ക് അമ്മമാർക്ക് വേണ്ടി ഒന്ന് വരണമെന്ന് ആവശ്യപ്പെട്ടാൽ തൊട്ടടുത്തിരിക്കുന്ന രോഗിയെ തൊട്ടടുത്തുള്ള ഡോക്ടറെ ഏൽപ്പിച്ചിട്ട് ആ വയോജന കേന്ദ്രത്തിൽ വരും. അച്ഛന്മാരെ അമ്മമാരെയും അത്യാവശ്യമായിരിക്കാം ഓടിയെത്തി അവരെ പരിചരിച്ച് ഞങ്ങൾ പൈസ കൊടുത്താൽ പോലും ഒരു പൈസ പോലും വാങ്ങത്തില്ല. വണ്ടിയിൽ വരാണ്ട് വരും, കാറിലാണ് വരുന്നത്. പെട്രോൾ അടിക്കാനുള്ള പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാലും വേണ്ട എന്ന് ഒഴിഞ്ഞു മാറി അച്ഛന്മാരുടെ സേവനത്തിന് വേണ്ടി സൗജന്യമായിട്ട് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു മകൻ വ്യക്തിയാണ് നമുക്കിന്ന് ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏറെ സ്നേഹമാണ്. അതുപോലെ ഒട്ടനവധി ഡോക്ടർമാർ ഏതാണ്ട് സമുദ്രതീരത്തിൽ എത്തിച്ചേരുന്നുണ്ട്. ഏതാണ്ട് 30ഓളം ഡോക്ടേഴ്സ് സമുദ്രതീരത്തിലെ അച്ഛന്മാരെ സംരക്ഷിക്കുവാൻ വേണ്ടി സൗജന്യമായി അവിടെ എത്തിച്ചേരുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ വയോജകേന്ദ്രം നടത്തുമ്പോൾ ഒട്ടനവധി സ്നേഹവും സന്തോഷമാണ്. ഇത് നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച നിങ്ങൾക്ക് തിരികെ കിട്ടുന്ന എന്ന് മാത്രമല്ല ഞങ്ങളുടെ ലക്ഷ്യം. ഒരാൾ പോലും കണ്ണിന്റെ കാഴ്ചയില്ലാതെ ഈ ഭൂമിയിൽ നിന്ന് തിരികെ പോകരുത് എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ക്യാമ്പ് നടത്തുന്നത് പോലും. നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനം ഒന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് ആവശ്യപ്പെടുന്ന ഒന്ന് മാത്രം. നിങ്ങൾക്ക് സമ്പത്തില്ലാതെ ചെയ്യാൻ കഴിയുന്ന ഒറ്റ കാര്യം മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. നിങ്ങൾ കണ്ണിന്റെ ഓപ്പറേഷൻ ചെയ്ത് നിങ്ങൾ കണ്ണ് സുഖമാകുമ്പോൾ തൊട്ടടുത്തുള്ള വീട്ടിലെ പ്രായമായോ അല്ലെങ്കിൽ കണ്ണുമായി ചികിത്സയായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ കൂടി ഇങ്ങോട്ട് പറഞ്ഞു വിടണം. അതാണ് നിങ്ങൾ ചെയ്യുന്ന സമ്പത്തില്ലാത്ത സേവനം. രാഷ്ട്രീയ പ്രവർത്തകൻ ധർമ്മപാലൻ, അരവിന്ദ് കണ്ണാശുപത്രി ക്യാമ്പ് കോർഡിനേറ്റർ ഹേമചന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. നമ്മുടെ ഈ പ്രദേശത്ത് ഏറെ നാളുകളായി ഇത്രയും നല്ല രീതിയിൽ ഒരു സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിക്കുകയും ആയിരക്കണക്കിന് ആൾക്കാരുടെ കാഴ്ച തിരിച്ചു കിട്ടുന്നതിനും അവരുടെ രോഗങ്ങൾ മാറുന്നതിനും ഒരു സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുന്നതിന് വർഷങ്ങളായി സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ നമ്മുടെ നാടുകളിൽ പലയിടത്തും ഉണ്ടെങ്കിൽ പോലും ഈ ജില്ലയിൽ തന്നെയും ഈ പ്രദേശത്ത് തന്നെയും എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഇത്രയും വളരെ വിശാലമായിട്ടുള്ള ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളൊക്കെ രാവിലെ 5 മണിക്കും 5:30 മണിക്കും ഒക്കെ കല്ലുവാക ജംഗ്ഷനിൽ വരുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ വന്ന് ഈ ക്യാമ്പിനെ കുറിച്ച് ഈ പ്രദേശത്തുള്ള അല്ലാതെയുള്ള വളരെ ദൂരങ്ങളിലുള്ള ആൾക്കാർ വന്ന് അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ പ്രദേശത്തിൻ്റെ ഒരു വലിയ മഹനീയ കൂട്ടായ്മയായി മാറാൻ കഴിയണം. ഈ സംരംഭം തുടർന്നും എക്കാലവും തുടരുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും അതിനെ കഴിയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ടും ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്ന ടൂൾസിങ്ങിനെ അനുമോദിച്ചുകൊണ്ടും ഈ സന്ദർഭത്തിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ക്യാമ്പ് 2015-16 തുടങ്ങിയത്. ഇപ്പോൾ തന്നെ 8 കൊല്ലം കഴിഞ്ഞ് 9ാമത്തെ കൊല്ലമാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒവ്വൊരു മാസവും മുടക്കാതെ അവസാനത്തെ ഞായർ ഇവിടെ എല്ലാ പ്രാവശ്യവും ഓണം വന്നാലും ഏത് പ്രശ്നം വന്നാലും മുടങ്ങാതാണ് നമ്മൾ ഈ ക്യാമ്പ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്യാമ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്യാമ്പിൽ വെച്ച് നമ്മൾ നേത്ര പരിശോധന എല്ലാം ചെയ്തിട്ട് പിന്നെ തിമിരത്തിന് വേണ്ടി സെലക്റ്റായി വന്ന രോഗികളെ അന്ന ദിവസം തന്നെ നമ്മളെല്ലാവരും കൊണ്ടുപോയായിരുന്നു. ഇപ്പം കുറച്ച് കാലമായിട്ട് നമ്മൾ കൂടുതലായിട്ട് വരുന്ന ഒവ്വൊരു മാസവും ആൾക്കാർ കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ ഒവ്വൊരു മാസവും നമുക്ക് പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളായിട്ട് ചെയ്യുന്ന പ്രശ്നമല്ല,
ഇവിടെ നിന്ന് വരുന്ന രോഗികൾ, ഇവിടെ നിന്ന് നേത്ര പരിശോധന, നേത്ര ശസ്ത്രക്രിയ വേണ്ടി വരുന്ന രോഗികൾ, നിങ്ങളുടെ രോഗം ഇവിടെ തുറന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. രോഗം എന്ന് വെച്ചാൽ നിങ്ങൾ ജനിച്ചപ്പോൾ തൊട്ട് ഇപ്പോൾ വരെ ഉള്ള എല്ലാ രോഗവും നമ്മുടെ രണ്ടാമത്തെ കൗണ്ടറിലുള്ള ഡോക്ടറുടെ അടുത്തും അതേപോലെ അവസാനത്തെ കൗണ്ടർ, ആറാമത്തെ കൗണ്ടറിൽ വരുന്ന ആ സ്റ്റാഫിൻ്റെ അടുത്തും നിങ്ങൾ തുറന്ന് പറയണം. ജനിച്ചപ്പോൾ തൊട്ട് ഏത് രോഗമായാലും, തലവേദനയോ പനിയോ ഏത് രോഗമായാലും അത് തുറന്ന് പറയണം. പ്രത്യേകമായിട്ട് ഹാർട്ടിൻ്റെ കുഴപ്പമായിട്ടുമുള്ള രോഗങ്ങൾ, ആൻജിയോ, ബൈപ്പാസ്, പിന്നെ വേറെ ഹാർട്ടിന് റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ വലിയ വലിയ അസുഖമായിട്ട് ഏതുണ്ടെങ്കിൽ അത്, പിന്നെ നിങ്ങളായിട്ട് എന്തെങ്കിലും ആക്സിഡൻറ്റോ ഏതെങ്കിലും പരുക്കോ മുറിവോ അങ്ങനെ ഏതും പറ്റിയിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ ഡോക്ടറോടും ആറാമത്തെ കൗണ്ടറിൽ വരുന്ന കൗൺസിലിംഗ് സ്റ്റാഫോടും തുറന്ന് പറയണമാണ്. നിങ്ങൾ ചില ആൾക്കാർ വിചാരിക്കാം നമ്മൾ 20 കൊല്ലത്തിന് മുമ്പ് അല്ലെങ്കിൽ 8 കൊല്ലത്തിന് മുമ്പ് ഹാർട്ടിൻ്റെ ഒരു ചെറിയ സർജറി ചെയ്തതാണ്, ചെറിയ ഒരു സ്റ്റണ്ട് അല്ലെങ്കിൽ ചെറിയ ഒരു ആൻജിയോ നമ്മൾ ചെയ്തതാണ്. അതും കണ്ണിൻ്റെ തമ്മിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മളിപ്പോൾ എടുക്കുന്നില്ല, അതിൻ്റെ മെഡിസിൻസ് നമ്മളിപ്പോൾ കഴിക്കുന്നില്ല. അപ്പോൾ അത് പറയാൻ വേണ്ടി ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞ് ദയവേത് ഒഴിവാക്കണം. ഏത് രോഗവും തുറന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അതിൻ്റെ ബേസിലെയാണ് ഇവിടുത്തെ അറ്റൻഡർമാരും ബൈസെൻഡർമാരും ഇവിടെ കൊണ്ടുപോകാൻ കഴിയും. അതേപോലെ ഇപ്പോൾ കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് എല്ലാ രോഗികളെയും നമ്മൾ അന്ന് കൊണ്ടുപോകുന്നില്ല. ആദ്യം 150 അല്ലെങ്കിൽ 200 പേരെ കൊണ്ടുപോകും. ബാക്കി ആൾക്കാരെ ചൊവ്വായോ ബുധനാഴ്ച നമ്മൾ ബാക്കി ടോക്കൺ കൊടുത്ത് അങ്ങനെയാണ് കൊണ്ടുപോകും. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 8 വർഷമായി എല്ലാ മാസവും അവസാന ഞായറാഴ്ച സൗജന്യ നേത്രചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും നടത്തിവരാറുണ്ട്. ആകെ 900 പേർ പരിശോധനയിൽ പങ്കെടുത്ത ക്യാമ്പിൽ നിന്നും 240 പേരെ തിമിര ശസ്ത്രക്രിയയ്ക്കായി തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയിലേക്ക് കൊണ്ടുപോയി.